ഉത്തർപ്രദേശിലെ കൗശംബിയിൽ 98 ഹെക്ടർ സർക്കാർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഭൂമി ഗ്രാമസമാജത്തിന്റെ അധീനതയിലുള്ളതാണെന്ന് കണ്ടെത്തി. വഖഫ് ഭേദഗതിയിലെ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, നോക്കൂ, സർക്കാർ ഭൂമി പോലും ഞങ്ങളുടേതാണെന്ന് വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു. അത് പൊള്ളയാണെന്ന് ഭരണകൂടം കണ്ടെത്തുന്നു. മറ്റു വിവരങ്ങൾ. കൃഷ്ണരാജ്, ഉത്തർപ്രദേശിലെ കൗശംബി എന്ന ജില്ലയിലെ ഒരു ഗ്രാമീണ മേഖലയിലാണ് അവിടുത്തെ ഉത്തർപ്രദേശിൻ്റെ വഖഫ് ബോർഡ് 98 ഹെക്ടർ ഈ സർക്കാർ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മസ്ജിദുണ്ട്, അതിനൊപ്പം തന്നെ ഏതാനും ചില മുസ്ലിം വീടുകളുണ്ട്. ഇതെല്ലാം ഈ മസ്ജിദ് അടക്കം നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നാണ് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് അടങ്ങുന്ന ഉന്നതതല സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഏതാണ്ട് 98 ഹെക്ടർ ഭൂമിയുണ്ട്, ഏകദേശം വലിയ ഒരു വിസ്തീർണമുള്ള സ്ഥലം. ഈ ഒരു സ്ഥലത്തിന് മേലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്ന ഭൂമിയാണെങ്കിലും അപ്പോൾ മസ്ജിദ് നിൽക്കുന്നതും അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്കൂൾ പോലെ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടം അടക്കം സർക്കാർ ഭൂമിയിലാണ്. അവിടുത്തെ പ്രാദേശിക സർക്കാർ, അതിന് ഗ്രാമസമാജം എന്നാണ് വ്യക്തമാക്കുന്നത്. ആ ഗ്രാമസമാജിൻ്റെ വസ്തുവാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല വിധിയും അതേപോലെ തന്നെ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതിയും അനുസരിച്ച് ഇത് രണ്ടും പരിശോധിച്ച ശേഷം കൃത്യമായ നടപടിയെടുക്കുമെന്നുള്ളതാണ് ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത്. ഇത് പഠിക്കുവാൻ വേണ്ടി പ്രത്യേക സമിതിയെ രൂപീകരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഭൂമി, ഈ 98 ഹെക്ടർ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടുവാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുവാൻ വേണ്ടി പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ അവിടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഇടക്കാല വിധി അതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതായത് വഖഫ് ബൈ യൂസേഴ്സ് അത് ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന് സുപ്രീം കോടതി ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേസ് അടുത്ത മാസം 5-ന് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ തുടർവാദങ്ങൾ ഉന്നയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് നീക്കം നടക്കുന്നത്. സുപ്രീം കോടതി ലംഘനമാകരുത്, അതേസമയം തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക സമിതി, ഈ സമിതിയിൽ ലീഗൽ എക്സ്പെർട്ട് അടക്കമുള്ള ഒരു പ്രത്യേക സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ കൂടിയും അത്തരം സമിതി അതിന് തയ്യാറാകുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ കൗശംബിയിലെ ഈ 98 ഹെക്ടർ ഭൂമിയിൽ മാത്രമല്ല, ഇതിൻ്റെ സമീപ പ്രദേശത്തെ മറ്റ് ചില ഭൂമിയിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെയും ഇതേ ജില്ലയിലെ സർക്കാർ ഭൂമിക്ക് മേൽ ഉത്തർപ്രദേശിൻ്റെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു. അതായത് സർക്കാർ ഭൂമികൾ പലതും വഖഫിൻ്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പരിഗണിക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ പിന്നീട് ഇത് സാധ്യമല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പരമാവധി ഭൂമികൾ പിടിച്ചടക്കുവാനുള്ള ശ്രമം ഉത്തർപ്രദേശിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ പാർലമെൻറ്റ് ഇരിക്കുന്ന ഭൂമി പോലും വഖഫിൻ്റേതാണ് എന്നുള്ള അവകാശവാദം ചില മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചിരുന്നു. തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഡിഫൻസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ പോലും വഖഫിൻ്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഈ ഒരു വിഷയം മാത്രമല്ല, വഖഫ് ഭേദഗതി നിയമമായ ഒരു സാഹചര്യത്തിൽ കൂടി ഉത്തർപ്രദേശിലെ ഇത്തരം ഭൂമികൾ പരമാവധി സർക്കാർ ഭൂമികൾ വഖഫിൻ്റേതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡീനോട്ടിഫൈ ചെയ്യരുത്, വഖഫ് ബൈ യൂസേഴ്സ്, അത്തരം ഭൂമികൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്, ആ ഉത്തരവിൻ്റെ പിൻബലത്തിൽ ഇത്തരം ഭൂമികൾ വ്യാപകമായി കയ്യേറുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് സർക്കാർ. ഉത്തർപ്രദേശിലെ കൗശംബിയിൽ 98 ഹെക്ടർ സർക്കാർ ഭൂമി ഞങ്ങളുടേതെന്ന് വഖഫ് ബോർഡ്. അന്വേഷണം ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഭൂമി ഗ്രാമസമാജത്തിൻ്റെ അധീനതയിലുള്ളതെന്ന് കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.